ഹലോ ഹായ് പ്രിയപ്പെട്ട മക്കളെ, നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുദാഫുൻ മുദാഫിലേഹുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് മുദാഫുൻ മുദാഫിലേഹി? രണ്ട് ഇസ്മുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയുക. എന്താണ്? രണ്ട് ഇസ്മുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയുക. അതിൽ ആദ്യം വരുന്ന ഇസ്മുണ്ടല്ലോ, ആ രണ്ട് ഇസ്മുകളിൽ ആദ്യം വരുന്ന ഇസ്മിനെ മുദാഫ് എന്നും രണ്ടാമത് വരുന്ന ഇസ്മിനെ മുദാഫുൻ ഇലൈഹി എന്ന് പറയുന്നു. ഇത് സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മുദാഫ്, അതായത് ആദ്യം വരുന്ന ഇസ്മ് ഒരിക്കലും അല്ല് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഒന്നാമത് വരുന്ന ഇസ്മായ മുദാഫിൽ അല്ല് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ആദ്യം വരുന്ന മുദാഫിൽ പിന്നെ ഫതഹ തൻവീനോ കസ്ർ തൻവീനോ ലമ്മു തൻവീനോ ഉണ്ടെങ്കിൽ, അഥവാ രണ്ട് ഫതഹോ രണ്ട് കസ്റോ രണ്ട് ലമ്മോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മളത് ഒന്നാക്കണം. ഓക്കെ, അത് ഒന്നാക്കണം. ഇതാണ് മുദാഫിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി മുദാഫുൻ ഇലൈഹിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ രണ്ട് ഇസ്മിനെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇലാഫത്ത് എന്ന് പറയുക. ഒന്നാമത്തത് മുദാഫ്, രണ്ടാമത്തത് മുദാഫുൻ ഇലൈഹി. ആ മുദാഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത് മുദാഫുൻ ഇലൈഹിലേക്ക് വരുമ്പോൾ, അഥവാ രണ്ടാമത്തെ ഇസ്മിലേക്ക് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആ രണ്ടാമത്തെ ഇസ്മിൽ അല്ലുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അല്ല് ഉണ്ടാവാം. ഓക്കെ, അതുപോലെ തന്നെ ആ രണ്ടാമത്തെ ഇസ്മ് അവസാനിക്കേണ്ടത്, അഥവാ മുദാഫുൻ ഇലൈഹി അവസാനിക്കേണ്ടത് കസ്ർ കൊണ്ടാണ്. ഓക്കെ, മുദാഫുൻ ഇലൈഹിക്ക് ജർറ എന്ന് നമ്മൾ പറയാം. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? കസ്ർ കൊണ്ടാണ് ആ മുദാഫുൻ ഇലൈഹി അഥവാ രണ്ടാമത്തെ ഇസ്മ് അവസാനിക്കേണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിന്റെ അർത്ഥം എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർത്ഥം എങ്ങനെ വരിക എന്നൊന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരിക, പക്ഷെ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അർത്ഥം വരിക എന്റെ, അവന്റെ, അവളുടെ. ഉദാഹരണം, അധ്യാപികയുടെ വീട്. കണ്ടോ? അധ്യാപികയുടെ, ഒരാൾക്കുള്ളതിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനുള്ളതിനെ എന്ന് സൂചിപ്പിക്കുന്ന, ഇംഗ്ലീഷിൽ നമ്മൾ പൊസസീവ്നെസ് എന്ന് പറയില്ല, ആ ഒരു പൊസസീവ്നെസ്സിനെയാണ് ഇന്റെ, ഉടെ, ഉള്ള എന്ന അർത്ഥത്തിന് വരുന്നതാണ് ഈ പറഞ്ഞ മുദാഫുൻ മുദാഫിലേഹി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണങ്ങൾ വെച്ച് നമുക്കത് ചെയ്തു നോക്കാം, പറഞ്ഞു നോക്കാം. അപ്പൊ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും കേട്ടോ. ഉക്തുബ് കമാഫിൽ മിസാൽ ഒരു ചോദ്യമാണ്. ഉക്തുബ് നമുക്ക് എഴുതാം, കമാഫിൽ മിസാൽ ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ നമുക്കും എഴുതി നോക്കാം. അപ്പൊ എന്താണ് ഉദാഹരണങ്ങളിൽ ഉള്ളത്? മിസാൽ നോക്കൂ, അൽ മൈദാനു പ്ലസ് മദ്രസത്തു. അല്ലെ, അൽ മൈദാനു എന്ന് പറഞ്ഞാൽ എന്താ? അങ്കണം, ഗ്രൗണ്ട് എന്നൊക്കെ അർത്ഥം അല്ലെ. മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂള്. അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് എന്ത് കിട്ടണം? സ്കൂളിന്റെ അങ്കണം അല്ലെങ്കിൽ സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ലെ. എന്നൂടെ നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയും, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്കൂളിന്റെ ഗ്രൗണ്ട് അല്ലെ. ഇപ്പൊ സ്കൂൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിന്റെ ബസ് എന്നല്ല സംഭവം അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഇന്ത്യ എന്നൊന്നും വന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൂളിന്റെ ബസ് അല്ലെങ്കിൽ സ്കൂളിന്റെ മൈതാനം. ഇവിടെ അൽ മൈദാനു എന്ന് പറഞ്ഞാൽ അങ്കണം, ഗ്രൗണ്ട്. ഇനി അൽ മദ്രസത്തു എന്ന് പറഞ്ഞാൽ പിന്നെ സ്കൂള്. ഇതിൽ അൽ മൈദാനു ആണ് ആദ്യം വരുന്ന ഇസ്മ. അപ്പൊ ആദ്യം വരുന്ന ഇസ്മിന്റെ പേരെന്തായിരുന്നു? മുദാഫ് എന്നാണ് അല്ലെ. രണ്ടാമത് വരുന്ന മദ്രസത്ത്, അതാണ് മുദാഫുൻ ഇലൈഹി. ഇനി ഞാൻ പറഞ്ഞു, ഇത് കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈദാനുൽ മദ്രസത്തി. എന്ത് കിട്ടി? മൈദാനുൽ മദ്രസത്തി അല്ലെ. ഇവിടെ ഇപ്പൊ എന്ത് മാറ്റം വന്നത് എന്റെ മക്കൾ നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ഇസ്മുകൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് ഇലാഫത്ത് എന്ന് പറയുക. അതിൽ ഒന്നാമത്തെ ഇസ്മാണ് മുദാഫ്, രണ്ടാമത്തത് മുദാഫുൻ ഇലൈഹി. ആ ഒന്നാമത് വരുന്ന ഇസ്മിന്റെ അല്ല്, അതിന് അല്ല് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഉദാഹരണങ്ങളിൽ രണ്ട് കൂട്ടി യോജിപ്പിക്കേണ്ട ഇസ്മുകൾ നോക്കൂ. ഒന്നാമത്തെ അൽ മൈദാൻ എന്ന അല്ലുണ്ട്, പക്ഷെ അതിനെ നമ്മൾ ഇലാഫത്ത് ചെയ്ത് രണ്ടും ഒരുമിച്ചപ്പോൾ അൽ മൈദാനിലെ അല്ല് പോയി മൈദാൻ എന്ന് മാത്രമായി. ഓക്കെ, ഇനിയോ അടുത്തതിൽ നോക്കൂ, അൽ മദ്രസത്തു എന്നാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു മുദാഫുൻ ഇലൈഹിലേക്ക് വരുമ്പോൾ മുദാഫുൻ ഇലൈഹി അവസാനിക്കേണ്ടത് കസ്റ കൊണ്ടാണ് അല്ലെ. അൽ മദ്രസത്തു മാറി എന്തായി മാറണം? മദ്രസത്തി എന്നായി മാറണം. എന്നാൽ മുദാഫുൻ ഇലൈഹിയിൽ അല്ല് വരുന്നത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ മൈദാനുൽ മദ്രസത്തി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അടുത്ത എന്റെ മക്കളൊന്ന് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് എന്ത് ചെയ്തു ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. ഫിൽ മക്തബി നമ്മുടെ ലൈബ്രറിയിലുണ്ട് എന്ത്? മുദീറുൻ പ്ലസ് ശരിക്കത്ത് അല്ലെ. മുദീറുൻ പ്ലസ് ശരിക്കത്തുൻ അല്ലെ. അർത്ഥക്കെ അവിടെ നിൽക്കട്ടെ കേട്ടോ. മുദീറുൻ പ്ലസ് ശരിക്കത്തുൻ, ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. അപ്പൊ മുദീറുൻ എന്നത് മുദാഫ്, ആദ്യം വരുന്ന ഇസ്മ. രണ്ടാമത് വരുന്ന ശരിക്കത്തോ അത് പിന്നെ എന്ത്? മുദാഫുൻ ഇലൈഹി. ഇത് കൂട്ടി യോജിപ്പിക്കാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താ? മുദീറുൻ. മുദീറുൻ എന്ന് പറയുമ്പോ അതിൽ എന്ത് പോവണം? രണ്ട് ലമ്മല്ലേ? ആ രണ്ട് ലമ്മ് പോയിട്ട് ഒന്നാവണം അല്ലെ. മുദാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എണ്ണിയ മൂന്നാല് കാര്യങ്ങളിൽ ഒരു കാര്യം എന്തായിരുന്നു?
മുദാഫിൽ രണ്ട് ലമ്മോ രണ്ട് ഫത്തഹോ രണ്ട് കസ്റോ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് എന്താവണം? ഒരൊറ്റ ഒന്നാവണം. അപ്പൊ ഇവിടെ രണ്ട് ലമ്മുണ്ട്, അത് മാറിയിട്ട് മുദീറു എന്നായി മാറണം. ഞാൻ ഇവിടെ ഒരു സ്പേസ് കമ്മിയുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? മുദീറു എന്ന് എഴുതുന്നു, മുദീറോ. ഇനി ശരിക്കത്തുൻ, ശരിക്കത്തുൻ എന്നുള്ളത് രണ്ടാമത്തത് മുദാഫുൻ ഇലൈഹി അല്ലേ, രണ്ടാമത് വരുന്നത് ശരിക്കത്തുൻ എന്നല്ലേ. പക്ഷെ ശരിക്കത്തുൻ എന്ന് കൊടുക്കാൻ പറ്റൂല, കാരണം നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? രണ്ടാമത് വരുന്ന മുദാഫുൻ ഇലൈഹി അവസാനിക്കുന്നത് കസ്ർ കൊണ്ടാണ്. അപ്പൊ ശരിക്കത്തുൻ എന്ന് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? ശരിക്കത്തിൻ എന്ന് കൊടുക്കണം, ശരിക്കത്തിൻ എന്ന് കൊടുക്കണം. ഈ മുദാഫുൻ ഇലൈഹിയിലെ രണ്ട് തൻമീനൊന്ന്, പിന്നെ മുദാഫുൻ ഇലൈഹി അവസാനിക്കുന്നത് കസ്ർ കൊണ്ടല്ലേ, അത് ഒരു കസ്ർ കൊണ്ടാലും കുഴപ്പമില്ല, രണ്ട് കസ്ർ കൊണ്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഒരു കസ്ർ കൊണ്ടാലും കുഴപ്പമില്ല, രണ്ട് കസ്ർ കൊണ്ടാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാൽ മുദാഫിൽ എന്ത് ചെയ്യാൻ പാടില്ല? രണ്ട് ഫത്തഹോ രണ്ട് കസ്റോ രണ്ട് ലമ്മോ ഒന്നും വരാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ, റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. മൂന്നാമത്തത് അന ഡാഷ് അൽ ഉസ്താദു അൽ ജാമിഅ അല്ലെ, അൽ ഉസ്താദു അൽ ജാമിഅതു രണ്ടും ഉണ്ട്. ഇനി ഇത് അൽ ഉസ്താദു എന്നുള്ളതാണ് എന്ത്? മുദാഫ്. രണ്ടാമത് വരുന്ന അൽ ജാമിഅതു മുദാഫുൻ ഇലൈഹി. ശ്രദ്ധിക്കേണ്ട എന്താ? അൽ ഉസ്താദു എന്നതിൽ അല്ലുണ്ട്, അല്ല് ഇതിൽ പാടില്ലല്ലോ. ഒന്നാമത് വരുന്ന മുദാഫിൽ അല്ല് പാടില്ല, അപ്പൊ നമ്മൾ ആ അല്ല് ഒഴിവാക്കണം. മാത്രമല്ല അല്ല് ഒഴിവാക്കിയാൽ മാത്രം ശരിയാ ഇല്ല, മുദാഫ്. ഓക്കെ, ഇവിടെ നമ്മൾ അല്ല് മാത്രം ഒഴിവാക്കിയതല്ലേ. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യുന്നുണ്ട്. അൽ ഉസ്താദു മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉസ്താദു അല്ലെ, ഉസ്താദു, ഉസ്താദു, ഉസ്താദു. ഇനി രണ്ടാമത്തെ എന്താ? അൽ ജാമിഅതു. അൽ ജാമിഅതു മുദാഫുൻ ഇലൈഹി ആണ്. രണ്ടാമത് വരുന്ന മുദാഫുൻ ഇലൈഹി അല്ലേ, അതിൽ അല്ല ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്? വേണ്ട, അല്ല അങ്ങനെ നോട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആ അല്ല അങ്ങനെ നിർത്തി നമ്മൾ നേരെ എഴുതാൻ പറ്റൂല, കാരണം അത് അവസാനിക്കുന്നത് ജാമിഅത്തു എന്നാണ്, അത് ലമ്മാണ്. ലമ്മ് മാറിയിട്ട് അവിടെ എന്ത് വരണം? കസ്ർ വരണം, കാരണം മുദാഫിലേക്ക് അവസാനിക്കുന്നത് കസ്ർ കൊണ്ടാണ്. അപ്പൊ അൽ ജാമിഅത്തി എന്ന് ആക്കിയാൽ മതി, അൽ ജാമിഅത്തി, അൽ ജാമിഅത്തി. റെഡിയാണോ മക്കളെ? സെറ്റല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? ശരിക്ക് മനസ്സിലാക്കി പഠിച്ചു പോകണം. നാളത്തെ പരീക്ഷയ്ക്ക് വരും. ഓൾ ദി വെരി ബെസ്റ്റ്.